ഹലോ എവ്രി വൺ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഫ്രം ഗ്രോ മലയാളം. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം ആഘോഷിക്കുകയാണ് ഇന്ത്യ. 75th ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്? ഓരോ ആളുകളെ സംബന്ധിച്ചും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഓരോ തരത്തിലായിരിക്കും. ചില ആളുകൾക്ക് ഒരു എമർജൻസി ആവശ്യം വരുമ്പോൾ കടം ഒന്നും വാങ്ങാതെ തന്നെ ആ ആവശ്യം മീറ്റ് ചെയ്യാൻ പാകത്തിൽ പൈസ ഉണ്ടാക്കിയിരിക്കുക എന്നതായിരിക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. മറ്റു ചിലർക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ മീറ്റ് ചെയ്യാൻ പാകത്തിൽ പണം ഉണ്ടാക്കി നേരത്തെ തന്നെ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് ജീവിക്കുക എന്നതായിരിക്കും. അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പണിയൊന്നും എടുക്കാതെ സുഖമായി ജീവിക്കാൻ മാത്രമുള്ള സമ്പാദ്യം ഉണ്ടാക്കുക എന്നതായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇതിലേതായാലും ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടണമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ മാത്രം പണിയെടുക്കുന്നതിനു പകരം നമ്മൾ ഉണ്ടാക്കുന്ന പണം കൂടി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങണം. അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് പാസീവ് ഇൻകം, ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകം, ബെനിഫിറ്റ്സ് ഓഫ് പാസീവ് ഇൻകം, ഹൗ ടു ജനറേറ്റ് passive income. ഈ കാര്യങ്ങളൊക്കെയാണ്. This is Shayaz Rafia Moideen. Welcome to Grow Malayalam. Please ensure that you hit the subscribe button because we post quality contents on personal finance and investing every week to help you create wealth. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് പാസീവ് ഇൻകം? മിനിമൽ എഫേർട്ട് മാത്രം ഇട്ടുകൊണ്ട് നമുക്കുണ്ടാക്കാവുന്ന ഇൻകമാണ് പാസീവ് ഇൻകം. ഇത്തരം വരുമാനം വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായി പണി എടുത്തുകൊണ്ടേയിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി കയ്യിലുള്ള പണം നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പലിശ, ഇതൊക്കെ പാസീവ് ഇൻകമാണ്. അപ്പോൾ ഇത് പാസീവ് ഇൻകം ആണെങ്കിൽ അപ്പുറത്ത് ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജോലി അല്ലെങ്കിൽ കരിയർ ഒക്കെയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, ഇതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ജോബ് മാത്രമാവണമെന്നില്ല, നമ്മുടെ നിരന്തരമായ ഇൻവോൾവ്മെന്റും എഫേർട്ടും സമയവും ഒക്കെ വേണ്ടി വരുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും കിട്ടുന്ന ഇൻകമും ആക്റ്റീവ് ഇൻകമാണ്. നമ്മുടെ ടൈം, സമയം മാറ്റി വെക്കേണ്ടി വരുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും കിട്ടുന്ന വരുമാനവും ആക്റ്റീവ് ഇൻകം ആണ്. ഫോർ എക്സാമ്പിൾ, ശമ്പളം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം, ഫ്രീലാൻസ് ഇൻകം തുടങ്ങിയവയൊക്കെ ആക്റ്റീവ് ഇൻകം ആണ്. ഈ വക ഇൻകംസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ സമയവും നല്ല എഫേർട്ടും ഇട്ടുകൊണ്ടേയിരിക്കണം, അല്ലേ? പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് പാസീവ് ഇൻകമും ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ്. അതായത്, ഞാനൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ സമയവും അധ്വാനവും നന്നായി ചിലവഴിച്ചുകൊണ്ട് ഉടനെ തന്നെ എനിക്ക് അതിൽ നിന്നും ഇൻകം കിട്ടുന്നു. ഇത് ആക്റ്റീവ് ഇൻകം ആണ്. ഇപ്പം ഞാൻ ചെയ്തു വെച്ച ഈ പരിപാടി കാരണം ഭാവിയിൽ എനിക്ക് പിന്നെയും വരുമാനം വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരു പാസീവ് ഇൻകം സോഴ്സ് ആണല്ലോ. കാരണം ഞാൻ അവിടെ വീണ്ടും സമയമോ അധ്വാനമോ ചെലവാക്കുന്നില്ല. കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ പറയാം. യൂട്യൂബ്, വ്ളോഗ്സ് അല്ലെങ്കിൽ ബ്ലോഗ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്, ഇതിലൊക്കെ നോക്കൂ, ഒരു പുതിയ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ അത്യാവശ്യം സമയവും എഫേർട്ടും ഒക്കെ വേണം. അതിന് പകരമായി ഉടനെ വരുന്ന വരുമാനം ആക്റ്റീവ് ഇൻകവുമാണ്. ചിലപ്പോൾ ഒരു സ്പോൺസേർഡ് ആഡ് ആ വീഡിയോക്കകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോഗർക്ക് അതിനപ്പോൾ തന്നെ പൈസയും കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ആക്റ്റീവ് ഇൻകമാണ്. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ലല്ലോ കാര്യങ്ങൾ. ആ എപ്പിസോഡ് ഭാവിയിലും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന പരസ്യങ്ങളിൽ നിന്നുള്ള റവന്യൂ വന്നുകൊണ്ടിരിക്കും. ഇനി ബ്ലോഗിംഗ് ഒക്കെ ആണെങ്കിൽ അതിലും പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നും വരുന്ന ഇൻകം ഒക്കെ പാസീവ് ഇൻകമാണ്. അപ്പോൾ ഒരേ ഒരു കാര്യം ചെയ്ത് അതിൽ നിന്ന് ആക്റ്റീവ് ഇൻകവും ഭാവിയിൽ പാസീവ് ഇൻകവും ഉണ്ടാക്കാനും ചില കാര്യങ്ങളിലൂടെ നമുക്ക് പറ്റും. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകം തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത് വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിലാണ്. പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു കാലത്തും ഒട്ടും എഫേർട്ട് ഇടണ്ട എന്നല്ല, തുടക്കകാലത്തിൽ മാത്രം എഫേർട്ട് ഇടുകയും പിന്നീട് അങ്ങോട്ട് അധികം പണിയെടുക്കാതെ തന്നെ വരുമാനം വരികയും ചെയ്യുന്നതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടിന്യൂസ് എഫേർട്ട് ആവശ്യം വരുന്നില്ല. ഇപ്പോൾ വാടകയായിട്ട് വരുന്ന പാസീവ് ഇൻകം എടുത്താൽ അതിനു വേണ്ടി ഒരു പ്രോപ്പർട്ടി വാങ്ങുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ വേണമല്ലോ. അതിന് ഒരുപാട് സമയവും എഫേർട്ടും ഉണ്ട്, അല്ലേ? ഒരുപാട് പൈസയും ചിലവാകുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്നതും രജിസ്ട്രേഷൻ പ്രോസസ്സും വാടകക്കാരനെ കണ്ടുപിടിക്കുന്നതും എല്ലാത്തിനും എഫേർട്ട് ഉണ്ട്. പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായാൽ പിന്നെ മിനിമൽ എഫേർട്ട് മതി, പൈസ ഇങ്ങനെ വന്നോളും. ഇങ്ങനെ പാസീവ് ഇൻകത്തിന് വേണ്ടി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ വേണ്ടി റിസർച്ച് നടത്താനും പഠിക്കാനും ഒക്കെയുള്ള എഫേർട്ടും സമയവും വേറെയും വേണം.
അതുപോലെ സെലിബ്രിറ്റി വ്ളോഗർമാരും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ ലോഗോ പതിപ്പിച്ച ടീ-ഷർട്ട്, മഗ് അല്ലെങ്കിൽ മറ്റു മർച്ചൻഡൈസുകളൊക്കെ സെൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ആ സാധനങ്ങൾ പ്രൊഫൈലിൽ ഷോക്കേസ് ചെയ്ത് വെച്ചാൽ ഫാൻസ് അവ പർച്ചേസ് ചെയ്തോളും. അങ്ങനെ പാസീവ് ഇൻകവും വരും. പക്ഷേ സെലിബ്രിറ്റി ആവാൻ ഒരുപക്ഷെ അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. എന്തായാലും സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത നമ്മളെപ്പോലെയുള്ളവർക്കും പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ചിലത് നമുക്കിന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് പാസീവ് ഇൻകം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, മോർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒരു പാസീവ് ഇൻകം കൂടെ ഉണ്ടെങ്കിൽ വരുമാനത്തിനായി ഒരു സോഴ്സിനെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥ വരില്ല. അധികം എഫേർട്ട് ഇടാതെ സൈഡിൽ കൂടെ ഒരു സെക്കൻഡറി ഇൻകം വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സേഫ്റ്റി കുഷൻ ഉള്ള പോലെയാണ്. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. അപ്പോൾ അടുത്ത ബെനിഫിറ്റ് മോർ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകും എന്നതാണ്. ഒരു ആക്റ്റീവ് ഇൻകം സോഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ പാഷനൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് നമ്മുടെ നിലവിലെ പണി ഒന്ന് നിർത്തി വെക്കേണ്ടി വന്നാൽ അത് ഭയങ്കര സീനാകും അല്ലേ. പക്ഷേ ഒരു പാസീവ് ഇൻകം ഉണ്ടെങ്കിലോ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി ഡിസിഷൻസ് എടുക്കാനും പലതിനും ഇറങ്ങി പുറപ്പെടാനും ഒക്കെ ഒരു ബ്രേക്ക് എടുക്കാനും ഒക്കെ ഇതിനുകൊണ്ട് നമുക്ക് സാധിക്കും. ഇതിനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അടുത്തത് ഏർലി റിട്ടയർമെൻറ്റ് എന്ന ബെനിഫിറ്റ് ആണ്. എല്ലാവരും ആയ കാലത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ആവശ്യത്തിന് പൈസ ആയാൽ പണിയെടുക്കുന്നത് നിർത്തി ലൈഫ് ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അല്ലേ. ഇനിയിപ്പോൾ ജോലി നിർത്തിയില്ലെങ്കിൽ പോലും ജോലി ഇല്ലാതെയും കാര്യങ്ങൾ സുഖമായി നടന്നു പോകാൻ പാകത്തിൽ സമ്പാദിക്കാനാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു നിലയിൽ എത്തുമ്പോഴേക്കും മിക്കവാറും ആളുകൾക്ക് 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴേക്കും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞ് പിന്നെ വളരെ കുറച്ച് കാലമേ ഉണ്ടാകുകയുള്ളൂ ബാക്കി. അപ്പോൾ ഒരു പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് നേരത്തെ ആക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി എങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെൻറ്റിംഗ് ഔട്ട് യുവർ അസെറ്റ്സ്. ഉപയോഗമില്ലാത്ത പ്രോപ്പർട്ടി, വാഹനങ്ങൾ, ഓർണമെൻറ്റ്സ് തുടങ്ങിയവയൊക്കെ റെൻറ്റിന് കൊടുത്തുകൊണ്ട് പാസീവ് ഇൻകം ഉണ്ടാക്കാം. വാടകയ്ക്ക് എടുക്കാൻ ഒരാളെ കിട്ടിയാൽ പിന്നെ കൃത്യമായ ഇടവേളകളിൽ ഇൻകം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് എല്ലാവർക്കും പറ്റിയ പരിപാടിയാണോ? അല്ല. കാരണം എക്സ്ട്രാ പ്രോപ്പർട്ടി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് തുടങ്ങാനുള്ള പൈസ എല്ലാവർക്കും ഇറക്കാൻ ഒരുപാട് കാശ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ റെൻ്റൽ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ REITs, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ. എന്താണ് ഈ REITs എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റുകൾ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഫിനാൻസ് ചെയ്യുന്ന കമ്പനികളുടെ ഒരു ട്രസ്റ്റാണ് REITs. ഇതിൽ ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടീസും വരാം. ഓഫീസ് ബിൽഡിങ്ങുകൾ, കൊമേഴ്ഷ്യൽ പാർക്കുകൾ, മോളുകൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, അപ്പാർട്ട്മെൻറ്റ്സ്, സിംഗിൾ ഹോംസ്, സ്റ്റുഡൻറ്റ് ഹൗസിംഗ് എക്സെട്ര. ഇത് മ്യൂച്വൽ ഫണ്ടുകൾ പോലെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ ആ പണം പല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിൽ ഒരു വിഹിതം ഈ ഇൻവെസ്റ്റേഴ്സായ നമുക്ക് ഈ ട്രസ്റ്റുകൾ വിതരണം ചെയ്യുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഖ്യ ക്യാപിറ്റലായി ഇറക്കണമെന്നില്ല. ഒരു ചെറിയ എമൗണ്ട് വെച്ച് തന്നെ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അടുത്തത് ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ്, സ്റ്റോക്സ് അല്ലെങ്കിൽ ബോണ്ട്സ്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് എന്നിവയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ഇതൊക്കെ പാസീവ് ഇൻകമാണ്. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നന്നായി റിസർച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ മികച്ച റിട്ടേൺസ് നമുക്ക് കിട്ടുകയുള്ളൂ. ആൻഡ് നാലാമത്തേത് കോണ്ടന്റ് ക്രിയേഷൻ. ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡാണ് കോണ്ടന്റ് ക്രിയേഷൻ. പാസീവ് ഇൻകം കിട്ടാനുള്ള ഒരു അടിപൊളി വഴിയാണിത്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്നിവയിലൂടെ ആളുകൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, അറിവ് നൽകുന്ന കോണ്ടന്റുകൾ നൽകുക. സ്വന്തമായി ബ്ലോഗ്സ് ആൻഡ് വെബ്സൈറ്റ്സ് തുടങ്ങി അതിലൂടെ റെഗുലറായി കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതും പോഡ്കാസ്റ്റിങ്ങും ഒക്കെ ഇതിൽപ്പെടും. ഇതിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരേ സമയം ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകം നമുക്ക് തരുന്നു. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് മറ്റു വഴികളുണ്ട് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ സോഴ്സസ് ഓഫ് പാസീവ് ഇൻകം ഫോർ മോസ്റ്റ് പീപ്പിൾ എന്ന് മാത്രം. അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ C വെച്ച് തുടങ്ങുന്ന 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാം. ദേ ആർ ക്രിയേറ്റിവിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് കോർ നോളേജ്. ഇത് 3ഉം ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി നേടാൻ വേണ്ടി പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള വഴികളെക്കുറിച്ച് ക്രിയേറ്റീവായി ചിന്തിക്കുകയും കോർ നോളജ് ഉണ്ടാക്കുകയും കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയും ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നമുക്കൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടാകണം, ഗോൾ ഉണ്ടാകണം. അത് എത്രമാത്രം വലുതാണ് എന്നും എത്ര സമയം കൊണ്ട് നേടാമെന്നുമുള്ള നല്ല ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. അപ്പം മാത്രമേ നമുക്ക് എത്ര
പാസീവ് ഇൻകം നമ്മൾ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം തന്നെ റിയാലിറ്റി കൂടെ കണക്കിലെടുക്കണം നമ്മൾ, അല്ലേ? ഫോർ എക്സാമ്പിൾ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് ആ വർഷം തന്നെ 1 lakh rupees തിരിച്ച് ഇൻകം ആയിട്ട് കിട്ടണം എന്നുള്ളത് ഒരു റിയലിസ്റ്റിക് ഗോൾ അല്ല. 100% റിട്ടേൺസ് എല്ലാ വർഷവും കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ റയറായ കാര്യമാണ്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻസ് മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. സോ വിഷിംഗ് യു ഓൾ എ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ഇയർ എഹെഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഈ ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും. ആൻഡ് ഇത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.